എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. റീജിയണൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങളിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പണമടച്ച് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി സന്ദർശിക്കേണ്ട CSEB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. PSCക്ക് ചെയ്യുന്നത് പോലെ നമ്മളിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴോട്ട് വന്നാൽ പ്രൊമോഷണൽ കാൻഡിഡേറ്റ്സിൻ്റെയും ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ലിങ്കുകൾ അവിടെ ലഭ്യമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഷോർട്ട് ലിസ്റ്റിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെയും ലിങ്കുകളും ലഭ്യമാണ്. ഇവയൊക്കെ നമുക്ക് ലോഗിൻ പേജിലും ലഭിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ ജനറൽ കാൻഡിഡേറ്റ്സിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് അത് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ കാറ്റഗറൈസ് ചെയ്ത് ഓരോ വിഭാഗത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ തിരുത്തൽ എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. ആ തിരുത്തലിൽ ഒരു തിരുത്തുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ കുമാരപുരം സർവീസ് സഹകരണ ബാങ്കിലെ SC/ST ഒഴിവുകൾ ജനറൽ ഒഴിവുകൾ 4 എന്ന് തിരുത്തി വായിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള തിരുത്തലുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. തിരിച്ച് നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ ഇവിടെ ഓരോ നോട്ടിഫിക്കേഷനിലും നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഓരോന്നിൻ്റെയും അപേക്ഷിക്കേണ്ടുന്ന അവസാനത്തെ ഡേറ്റും ക്വാളിഫിക്കേഷനും അടയ്ക്കേണ്ട ഫീസ് സംബന്ധമായിട്ടുള്ള വിശദവിവരങ്ങളും റിസർവേഷനും എക്സംഷനും ഒക്കെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സഹകരണ സംഘത്തിലും നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവിടെ നിന്ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് അപേക്ഷിച്ചതുപോലെ ഇവിടെ രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമുക്ക് നേരത്തെ ഉള്ള യൂസർ ID, മെയിൽ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. കാൻഡിഡേറ്റ് ലോഗിൻ ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ മുകളിൽ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാസ്വേഡ് മറന്നുപോയവർക്ക് താഴെ ഫൊർഗെറ്റ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള മെയിൽ IDയും രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പരും കൊടുത്ത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇങ്ങനെ ആൽഫ ന്യൂമറിക്കായിട്ടുള്ള പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ പുതിയ യൂസർ ID ആയ ഇമെയിൽ IDയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഒരു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ PSCയിലെ പോലെ തന്നെ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ മൈ പ്രൊഫൈലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴോട്ട് പ്രൊഫൈൽ എൻട്രിയും പ്രൊഫൈൽ പ്രിവ്യൂവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാം നോക്കി ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും നമുക്ക് നോക്കി തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവയെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇടതു സൈഡിലുള്ള നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് വരും. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപേക്ഷിക്കാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നതാണ്. ഓരോ നോട്ടിഫിക്കേഷൻ്റെയും നേർക്കുള്ള ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അന്നേരം തന്നെ അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കവിടെ ഇൻഎലിജിബിൾ എന്നെഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റീസൺ ഫോർ ഇൻഎലിജിബിൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ എന്തുകൊണ്ടാണ് അയക്കാൻ സാധിക്കാത്തതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. റിക്വയർഡ് ക്വാളിഫിക്കേഷനും അക്വയർഡ് ക്വാളിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ള ക്വാളിഫിക്കേഷനും ആവശ്യമായ ക്വാളിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. PSCയിലെ പോലെ തന്നെ അവിടെ അപ്ലൈ വിത്ത് ഈക്വലൻസി എന്നൊരു ലിങ്ക് കൂടിയുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് PSCയുടെ കണക്ക് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് അയക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ തൊട്ട് മുകളിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ബാക്കിലേക്ക് പോകാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ജൂനിയർ ക്ലർക്കിന് നേർക്കുള്ള ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് വരുന്നത് നമുക്ക് കാണാം. അതായത് ഈ ഒരു ക്വാളിഫിക്കേഷന് ക്വാളിഫൈഡ് ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് ആ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് അക്വയർഡ് ക്വാളിഫിക്കേഷനും റിക്വയർഡ് ക്വാളിഫിക്കേഷനും ഒന്നാണ്. ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, എലിജിബിൾ ആണ്. അതിന് നേർക്ക് തന്നെ അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. തുടർന്ന് വരുന്ന പേജിൽ ജൂനിയർ ക്ലർക്കിന് സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിലായിട്ടുള്ള വേക്കൻസികളും എത്ര എണ്ണമുണ്ട്, SC ST OBC ജനറൽ കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ
കൊടുത്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കി ഈ ഇടത്തെ അറ്റം നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സഹകരണ സംഘത്തിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. നേരത്തെ നോക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് നമ്മൾ ഓരോന്നും നോക്കി എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ കൺട്രോൾ F കൊടുത്ത് പിൻകോഡ് കൊടുത്ത് നിങ്ങളുടെ സഹകരണ സംഘം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ എത്ര ബാങ്കുകളിൽ വേണമെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ബാങ്കുകളുടെ നേർക്ക് ആഡ് ബട്ടൺ കാണാം. ആ ആഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ആഡ് കൊടുത്താൽ മാത്രം മതിയാകും. എത്ര ബാങ്കുകളിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ബാങ്കുകൾക്ക് നേർക്ക് ആഡ് ബട്ടൺ കൊടുക്കേണ്ടുന്നതാണ്. അവിടെ തന്നെ അത് പിന്നീട് വേണ്ടെന്ന് തോന്നിയാൽ ഡിലീറ്റ് കൊടുത്ത് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നീട് ആഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരെണ്ണമേ ആഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 150 രൂപയാകും. അതിനുശേഷം ആഡ് ചെയ്യുന്ന ഓരോന്നിനും 50 രൂപ വെച്ച് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. SC STക്ക് ഇത് യഥാക്രമം 50 വീതമായിരിക്കും. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൊസീഡ് ടു അപ്ലൈ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ PSCയുടെ കണക്ക് ഒരു ചോദ്യമുണ്ട്. ഇവിടെ ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ്? അവിടെ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് താഴെയായി നമ്മൾ കൊടുത്ത ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ബാങ്കുകളാണ് ആഡ് കൊടുത്തത്. അതുകൊണ്ട് 200 രൂപയാണ് അവിടെ ഫീ വന്നിരിക്കുന്നത്. 150 എക്സ്ട്രാ ആഡ് ചെയ്ത ഒരെണ്ണം കൂടെ ചേർത്ത് 200 രൂപ. അതിനോട് ചേർന്ന് തന്നെ 200 രൂപയോട് ചേർന്ന് തന്നെ പ്രൊസീഡ് ടു പേ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേ വരും. ഇവിടെ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയേ ഉള്ളൂ. അതിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI പേയ്മെൻറ്റ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. നെറ്റ് ബാങ്കിങ്ങിനൊക്കെ 4 രൂപ സർവീസ് ചാർജും കൂടി വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റിൽ പ്രസ് ചെയ്തും മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ATM കാർഡ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ ബാങ്കിൽ നിന്ന് വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തപ്പോൾ പേയ്മെൻറ്റ് ഫെയിലുവർ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ എനിക്ക് ലഭിക്കുകയുണ്ടായത്. പക്ഷേ നമുക്ക് പേടിക്കാനില്ല, അത് പരിഹരിക്കാനുള്ള മാർഗ്ഗമുണ്ട്. ഇവിടെ വീണ്ടും ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്യുമ്പോഴും ഇവിടെ റെസിപ്റ്റ് ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മളിവിടെ ഒരു പ്രോസസ്സും കൂടി അവശേഷിക്കുന്നുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകൂ. ആ ഒരു പ്രോസസ്സും കൂടി ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് മൈ ആപ്ലിക്കേഷൻ എടുത്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതുമാണ്. ഇതിനായിട്ട് ചെയ്യേണ്ടുന്നത് വീണ്ടും നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് അതിന് നേർക്കുള്ള ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജൂനിയർ ക്ലർക്കിനാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നേർക്കുള്ള ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും ഇവിടെ അപ്ലൈ നൗ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ ചെയ്താൽ മതിയാകും. ഇവിടെ ഞാൻ വീണ്ടും അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ എത്ര ബാങ്കുകൾ ആഡ് ചെയ്തെന്നും എത്ര രൂപയാണെന്നും റഫറൻസ് നമ്പരും അടച്ച പൈസയും അവിടെ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ നമ്മൾ PSCക്ക് ചെയ്യുന്നതുപോലെ പരീക്ഷ എഴുതുന്ന സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 3 പ്രിഫറൻസ് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3ഉം ഒരു ജില്ല തന്നെ കൊടുക്കാം, അതല്ലെങ്കിൽ വ്യത്യസ്ത ജില്ലകൾ കൊടുക്കാം. അങ്ങനെ ആവശ്യമുള്ള പ്രിഫറൻസ് അനുസരിച്ച് ഏറ്റവും അടുത്തുള്ള ജില്ലകൾ കൊടുത്തതിന് ശേഷം താഴെയായി ഫൈനൽ സബ്മിറ്റ് എന്ന് കാണാം. ആ ഒരു ഫൈനൽ സബ്മിറ്റിൽ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രോസസ്സ് അവസാനിക്കുകയുള്ളൂ. ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നതും കാണാം. ഞാനിവിടെ പേയ്മെൻറ്റ് നടത്തി 1 ദിവസം കഴിഞ്ഞാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ആക്ഷന് നേർക്കുള്ള താഴെയുള്ള വ്യൂവിൽ പ്രസ് ചെയ്ത് ഏതൊക്കെ ബാങ്കുകളിൽ അപ്ലൈ ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.